Hi students, today we are going to study about memory management techniques. നമ്മുടെ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി മെമ്മറീനെ എങ്ങനെ മാനേജ് ചെയ്യാം. കാരണം സെക്കൻഡറി മെമ്മറിയുടെ സൈസ് കൂടുതലാണ്, പ്രൈമറി മെമ്മറിയുടെ സൈസ് കുറവാണ്. സോ നമ്മുടെ ഓരോ പ്രോസസ്സിനെയും മൾട്ടി പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് നമ്മുടെ മെയിൻ മെമ്മറിയിൽ വരേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ മെയിൻ മെമ്മറിനെ നമുക്ക് പലതരത്തിൽ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് നോക്കാം. കോണ്ടിഗസ് മെമ്മറി മാനേജ്മെൻ്റ് ഉണ്ട്, ഓക്കെ, കോണ്ടിഗസ് അലൊക്കേഷൻ ഉണ്ട്. പിന്നെ വരുന്നത് നോൺ കോണ്ടിഗസ് ആണ്, നോൺ കോണ്ടിഗസ് മെമ്മറി. ഈ കോണ്ടിഗസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ഫോർ ദ പ്രോസസ്സസ്. നോൺ കോണ്ടിഗസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ്, ഓക്കെ. അപ്പോൾ ഈ കോണ്ടിഗസ് തന്നെ ഏതൊക്കെ കാറ്റഗറി നമുക്ക് പഠിക്കാനുണ്ട്. സിംഗിളി കോണ്ടിഗസ് മെമ്മറി അലോക്കേഷൻ ഉണ്ട്, ഫിക്സഡ് ഓർ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ ഉണ്ട് കോണ്ടിഗസിൽ വരുന്ന. പിന്നെ ഡൈനാമിക് ഓർ വേരിയബിൾ കോണ്ടിഗസ് മെമ്മറി അലൊക്കേഷൻ. നോൺ കോണ്ടിഗസിൽ വരുന്നതാണ് പേജിംഗ്, പിന്നെ മൾട്ടി ലെവൽ, ഇൻവേർട്ടഡ് സെഗ്മെൻറ്റഡ് പേജിംഗ്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ട് ഈ പേജിങ്ങും വാട്ട് ഈസ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള കാര്യമാണ്. ഇതൊക്കെ നോൺ കോണ്ടിഗസ് മെമ്മറി അലൊക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് വൺ കോണ്ടിഗസ് മെമ്മറി അലൊക്കേഷൻ. കോണ്ടിഗസ് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ മെമ്മറി അലൊക്കേഷനാണ്. ക്ലാസിക്കൽ മീൻസ് പണ്ട് മുതലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെമ്മറി അലൊക്കേഷനാണ് കോണ്ടിഗസ് മെമ്മറി അലൊക്കേഷൻ. അപ്പോൾ മെമ്മറി യൂഷ്വലി നമ്മുടെ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് യൂഷ്വലി ഡിവൈഡഡ് ഇൻറ്റു 2 or more പാർട്ടീഷൻസ്. 2 അതിൽ കൂടുതലോ പാർട്ടീഷൻസ് ആയിട്ട് നമ്മുടെ മെമ്മറി ഡിവൈഡ് ചെയ്തിരിക്കും. ആൻഡ് 1 പാർട്ടീഷൻ അലോക്കേറ്റഡ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറി 2 അതിൽ കൂടുതലോ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അലോക്കേറ്റഡ് ആണ്. ബാക്കിയുള്ള ഭാഗം യൂസർ പ്രോസസ്സിനായിരിക്കും ഉണ്ടാകുക, യൂസർ പ്രോസസ്സസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ കോണ്ടിഗസ് മെമ്മറി മാനേജ്മെന്റ്. In this, the physical memory എന്ന് പറയുന്നത് നമ്മുടെ primary memory is conceptually divided into 2 contiguous areas. Conceptually അത് 2 contiguous area ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. One of them is permanently allocated to the operating system. അപ്പോൾ 2 ഭാഗമായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് സിംഗിൾ കോണ്ടിഗസ് മെമ്മറി മാനേജ്മെന്റിൻ്റെ അകത്ത് നമ്മുടെ പ്രൈമറി മെമ്മറിനെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം പെർമനൻ്റ്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെക്കാനും നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള ഭാഗം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂസർ പ്രോസസ്സസിന് വേണ്ടിയിട്ടാണ്. ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ മെത്തേഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ദ അഡ്രസ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 to the maximum size of the memory, primary memory. This is the primary memory. Okay. അപ്പോൾ ദിസ് ഈസ് ദ പ്രൈമറി മെമ്മറി. നമ്മുടെ PM എഴുതാം, ദാറ്റ് ഈസ് പ്രൈമറി മെമ്മറി ആണ്. അപ്പോൾ മെമ്മറീനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് യൂസർ പ്രോസസ് ഏരിയ ആണ്. അപ്പോൾ ഒരു ന്യൂ പ്രോസസ്സ് വരണമെങ്കിൽ എ ന്യൂ യൂസർ പ്രോസസ് മേ ബി ആക്ടിവേറ്റഡ് അപ്പം ടെർമിനേഷൻ ഓഫ് ദ റണ്ണിങ് പ്രോസസ്. ഇവിടെ ഒരു പ്രോസസ്സ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പുതിയൊരു പ്രോസസ്സിന് അവിടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെസ്പോൺസിബിൾ ആയിരിക്കണം ഫോർ ദ അവൈലബിൾ മെമ്മറി സൈസ് ഈസ് ഇക്വാലന്റ് ടു ദ യൂസർ പ്രോസസ്സസ്. യൂസർ പ്രോസസ്സസിന് ഇക്വാലന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുവർ ചെയ്തിരിക്കണം. കാരണം പ്രോസസ്സിന്റെ സൈസും ഫ്രീ ഉള്ള മെമ്മറി സൈസും ഇക്വാലന്റ് ആണോ എന്നുള്ളത് നോക്കേണ്ട കടമ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ്. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു run programs larger than the main storage by using overlays. Overlays concept നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത്. Overlays എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് നമ്മുടെ നമ്മുടെ പ്രോസസ് യൂസർ പ്രോസസ്സസ് ഈസ് ലാർജ്, സൈസ് ലാർജ് ആണെന്ന് ചോദിക്കാം. യൂസർ പ്രോസസ്സിന്റെ സൈസ് ലാർജ് ആണ്, ബട്ട് മെയിൻ മെമ്മറിയുടെ സൈസ്, ഫ്രീ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഫ്രീ മെമ്മറി സൈസ് കുറവാണെങ്കിൽ നമുക്ക് ഈ വലിയൊരു ലാർജ് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ആ ലാർജ് പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇത് ഓവർലേസ് എന്ന് പറയുന്നത്. ഓവർലേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലാർജ് പ്രോഗ്രാംസ്, ലാർജർ ആയിട്ടുള്ള ലാർജ് സൈസുള്ള പ്രോഗ്രാംസിന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും.
The operating system code should be വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ സിംപ്ലി കോണ്ടിക്കസ് മെമ്മറി മാനേജ്മെന്റിന്റെ അകത്ത് നമ്മുടെ മെയിൻ മെമ്മറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം എന്ന് പറയുന്നത് പെർമനന്റ്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡിന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഭാഗം എന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? യൂസർ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡും യൂസർ പ്രോസസ്സിന്റെ കോഡും തമ്മിൽ അവിടെ ഒരു വേർതിരിവ് എന്തായാലും ഉണ്ടായിരിക്കണം. നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഫ്രം ദി യൂസർ പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ യൂസർ പ്രോസസ്സ്. അപ്പോൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ്. A simple way to protect the operating system code from user program is to place the operating system in read-only memory. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡിനെ റീഡ് ഓൺലി മെത്തേഡിൽ വെക്കുക. സോ ആർക്കും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല, യൂസർ പ്രോസസ്സിനൊന്നും അതവിടെ അപ്ഡേഷൻ വരുത്താൻ സാധിക്കില്ല. ഒരു മെത്തേഡ്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ സിസ്റ്റംസ് വേർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റീഡ് റൈറ്റ് മെത്തേഡ്. ചില സിസ്റ്റത്തിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീഡ് റൈറ്റ് മെത്തേഡിലാണെങ്കിൽ റീഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം യൂസർ പ്രോസസ് റിക്വയർസ് സം ഹാർഡ്വെയർ അസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ചില സിസ്റ്റത്തിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീഡ് റൈറ്റ് പ്രിവിലേജ് ഉള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡിനെ യൂസർ പ്രോസസ്സിന്റെ ആക്ടിവിറ്റീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ നമ്മൾ ഹാർഡ്വെയർ അസിസ്റ്റൻസ് ആണ് സീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്വെയർ അസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ 2 മെക്കാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫെൻസ് രജിസ്റ്റർ മെത്തേഡും പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ബിറ്റ് മെത്തേഡും ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫെൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ഏരിയ. അപ്പോൾ പ്രൊട്ടക്ഷൻ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ബൈ മീൻസ് ഓഫ് എ ഡെഡിക്കേറ്റഡ് രജിസ്റ്റർ. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ഏരിയ തന്നെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഫെൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫെൻസ് രജിസ്റ്റർ ഈസ് യൂസ് ടു ഡ്രോ എ ബൗണ്ടറി between the operating system and user area. അപ്പോൾ fence register is set to the highest address occupied by the operating system code. അപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നേരത്തെ ഒരു എക്സാമ്പിളിൽ നേരത്തെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിംപ്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു കോഡിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? യൂസർ പ്രോസസ് ഏരിയ ആണ്. അപ്പോൾ ഈ യൂസർ പ്രോസസ് ഏരിയ ഇവിടെ മാത്രമേ യൂസർ പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ യൂസർ പ്രോസസ്സ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് സേവ് ചെയ്ത് വെച്ചെടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് റൈറ്റ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റീഡും റൈറ്റും ചെയ്യാം. അങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ഫെൻസ് രജിസ്റ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫെൻസ് രജിസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് 0 ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോഡ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്സിമം അഡ്രസ്, ഇവിടെ ഒരു മാക്സിമം അഡ്രസ് സപ്പോസ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 100 ആണെങ്കിൽ 100 KB. അപ്പോൾ മാക്സിമം 100 ആയിരിക്കും നമ്മുടെ ഫെൻസ് രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിന്റെ സൈസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, നമ്മുടെ ഫെൻസ് രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് ഈസ് സെറ്റ് ടു ദ ഹയസ്റ്റ് അഡ്രസ് occupied by the operating system code. Each memory address generated by a user process is compared against the fence. അപ്പോൾ ഓരോ യൂസർ പ്രോസസ്സും ആരുമായിട്ട് ഫസ്റ്റ് കമ്പയർ ചെയ്യും? നമ്മുടെ ഫെൻസ് രജിസ്റ്ററുമായിട്ട് ഫസ്റ്റ് കമ്പയർ ചെയ്യും. ഫെൻസ് രജിസ്റ്ററിൽ എന്താ ഉള്ളത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് മെമ്മറി സൈസാണ്, ഹയസ്റ്റ് മെമ്മറിയാണ് എവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഫെൻസ് രജിസ്റ്റർ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ കുറവുള്ള ഒരു മെമ്മറീനെ ഒരിക്കലും ആക്സസ് ചെയ്യാൻ അനുവദിക്കില്ല. ഇനി അറ്റംപ്റ്റ് ടു റീഡ് ഓർ റൈറ്റ് ദ സ്പേസ് ബിലോ ദ ഫെൻസ്. ഫെൻസിൻ്റെ അകത്ത് എന്താണ്? ഹയസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണുള്ളത്. അപ്പോൾ ആ ഹയസ്റ്റ് മെമ്മറിന്റെ ബിലോയിലുള്ള അഡ്രസ്സിനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ യൂസർ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, ഡിനൈൻ ചെയ്യുന്നു. Okay, that is the use of fence register. Another approach to protect the operating system is by the protection bit. Protection bit ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡിനെ പ്രൊട്ടക്ട് ചെയ്യാം. During system startup, protection bits may be set in all locations where the operating system is loaded. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ, മെയിൻ മെമ്മറിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയൊക്കെയാണോ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ബിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊഹിബിറ്റ് യൂസർ പ്രോസസ് ഫ്രം ആക്സസിങ് എനി മെമ്മറി ലൊക്കേഷൻ ഹൂസ് പ്രൊട്ടക്ഷൻ ബിറ്റ് ഈസ് സെറ്റ്. അപ്പോൾ മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് നമ്മൾ പ്രൊട്ടക്ഷൻ ബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസ് ഉണ്ടാവുമല്ലോ, അവിടെ ഒരിക്കലും
ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂല, നമ്മുടെ യൂസർ പ്രോസസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് എവിടെയൊക്കെയാണോ നമ്മുടെ മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ ബിറ്റ് കൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി സിംഗിളി കോണ്ടിഗസ് മെമ്മറി അലൊക്കേഷൻ അല്ല മെമ്മറി മാനേജ്മെന്റ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ആണ്. റെഡ്യൂസ് മൾട്ടി പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മീൻസ് അറ്റ് എ ടൈം വൺ പ്രോസസ് മാത്രമേ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വേറൊരു പ്രോസസ്സ് വരുന്നുള്ളൂ. ബട്ട് ഓവർലേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടി പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് മൾട്ടി പ്രോഗ്രാം ഇവിടെ ഇല്ല, കുറവാണ് അല്ലേ. പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ് മെമ്മറി അലോക്കേഷൻ ആണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് യൂസർ പ്രോസസ്സിന്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വളരെയധികം ഇതുമായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം യൂസ് ചെയ്യാവുന്നൊന്നുമില്ല. നോട്ട് റിക്വയർഡ് ഗ്രേറ്റ് എക്സ്പെർട്ടൈസ് ടു യൂസ് സച്ച് സിസ്റ്റംസ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോസസർ ആൻഡ് മെമ്മറി ആർ നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ്. ഓക്കെ, നമുക്ക് ഒരിക്കലും പ്രോസസറിനെയും മെമ്മറിനെയും കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല സിംഗിളി കോണ്ടിഗസ് മെമ്മറി മാനേജ്മെന്റിന്റെ അകത്ത്. പിന്നെ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ദീസ് ആർ ദ disadvantages of singly contiguous memory management. And the next contiguous memory management is static partition memory management. In this method, the available physical memory is logically divided into several partitions during system generation process. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിസ്റ്റം ജനറേഷൻ പ്രോസസ്സിൻ്റെ സമയത്താണ് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി, നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറീനെ ലോജിക്കലി ഡിവൈഡഡ് ഇൻ ടു സെവറൽ പാർട്ടീഷൻസ്. ഓക്കെ, സെവറൽ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് പാർട്ടീഷൻസ് കുഡ് ബി ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. പാർട്ടീഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് സൈസസ് ആകാം. ബട്ട് വൺസ് ഡിസൈഡഡ് അറ്റ് ദ ടൈം ഓഫ് സിസ്റ്റം ജനറേഷൻ ദേ കനോട്ട് ബി ചേഞ്ച്ഡ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം ജനറേഷൻ്റെ സമയത്തായിരിക്കും നമ്മളത് പാർട്ടീഷൻസ് അവൈലബിൾ ആവുക. അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ മെമ്മറീൻ്റെ പാർട്ടീഷൻസ് അവൈലബിൾ. ആ പാർട്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ പാർട്ടീഷൻസും സെയിം സൈസ് ആവണമെന്നില്ല, ഡിഫറെൻറ്റ് സൈസസ് ആണ്. ബട്ട് നമുക്ക് ഒരിക്കലും അത് ആ സൈസസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫിക്സഡ് എന്ന് പറയാൻ കാരണം. ദേ കനോട്ട് ബി ചേഞ്ച്ഡ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാറ്റിക് മെമ്മറി പാർട്ടീഷൻസിന്റെ ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഇസ് ദ മെയിൻ മെമ്മറി. 0 to 100K ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കുപ്പൈഡ്. അപ്പോൾ 100K ഓൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ 200 മെമ്മറി ഇസ് ഫ്രീ. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ എന്തുണ്ട്, 200 memory space is free. Then P1 takes 100, PJ takes 250, PK takes okay. Then ഇവിടെ ഫ്രീ മെമ്മറി എന്ന് പറയുന്നത് 900 to 1100 ആണ് ഇവിടെ ഫ്രീ ആയിട്ടുള്ള മെമ്മറി. ഇവിടെ ഫ്രീ ആയിട്ടുള്ള മെമ്മറി 100 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാറ്റിക് മെമ്മറി പാർട്ടീഷൻസ്. ഔട്ട് ഓഫ് 6 പാർട്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത്. 1, 2, 3, 4, 5, 6. ഈ 6 പാർട്ടീഷൻസ് 1 is assumed to be occupied by the resident portion of the operating system. ഈ ഒരു ഭാഗം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓക്കുപ്പൈഡ് ചെയ്തിരിക്കുന്നത്. and the 3 others by user process. 3 ഭാഗം യൂസർ പ്രോസസ് ആണ്. P1, PI, PJ, PK യൂസർ പ്രോസസ് ആണ്. Remaining 2 partitions are free and available for allocation. 2 partitions ഇവിടെ ഫ്രീ ആണ്, it's available for allocation അത് അവൈലബിൾ ആണ്. വൺസ് പാർട്ടീഷൻസ് ആർ ഡിഫൈൻ, ഇങ്ങനെ പാർട്ടീഷൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഫിക്സഡിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നീഡ്സ് ടു കീപ് ട്രാക്ക് ഓഫ് ദ സ്റ്റാറ്റസ് സച്ച് എസ് ഫ്രീ ഓർ ഇൻ യൂസ് ഫോർ അലോക്കേഷൻ പർപ്പസസ്. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻസ് സിസ്റ്റം ജനറേഷൻ ചെയ്യുന്ന സമയത്ത് പാർട്ടീഷൻസ് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഒരു PDT ക്രിയേറ്റ് ചെയ്യും. PDT എന്ന് പറയുന്നത് പാർട്ടീഷൻ ഡിസ്ക്രിപ്ഷൻ ടേബിൾ ആണ്. പാർട്ടീഷനെ കുറിച്ചുള്ള കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉള്ള ടേബിളാണ് PDT. ആ PDTക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള അലോക്കേഷൻസ് വരിക. അപ്പോൾ ഇവിടെ നേരത്തെ ഇപ്പം തന്നിട്ടുള്ള അലോക്കേഷൻസ്, ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള അലോക്കേഷൻ ഉണ്ടല്ലോ, ആ അലോക്കേഷൻസിന് അനുസരിച്ചിട്ടുള്ള PDT ടേബിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാർട്ടീഷൻ 0 പാർട്ടീഷൻ നമുക്കിപ്പോൾ 0 മുതൽ 4 വരെയാണ്. 0 മുതൽ 4 ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇവിടെ
5 വരെ പാർട്ടീഷൻസ് ഉണ്ട്, നെക്സ്റ്റ് പേജിലാണുള്ളത്. ഓക്കെ, 5 വരെ ഉണ്ട് പാർട്ടീഷൻസ്, നെക്സ്റ്റ് പേജിലാണുള്ളത്. ഓക്കെ, അപ്പോൾ 5 പാർട്ടീഷൻ 0 മുതൽ 6 പാർട്ടീഷൻസ് ആണ് there. ഓക്കെ, ദെൻ പാർട്ടീഷൻ ബേസ് 0K മുതൽ 100K അലോക്കേറ്റഡ് ആണ്. 0K മുതൽ 100K എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റഡ് ആണ്. ഇതിന് പറയുക PDT എന്നാണ് കേട്ടോ, പാർട്ടീഷൻ ഡിസ്ക്രിപ്ഷൻ ടേബിൾ. പിന്നെ 100K ബേസ് 100K മുതൽ 300K വരെ ഫ്രീ ആണ്. ഫ്രം ദ ഫിഗർ 100K മുതൽ എന്താണ് 300 partition size 300K, that's free. 100K to 300 വരെ free ആണ്. That means here 100 starting 100, maximum size 400. So 400 minus 100, that is 300. അപ്പോൾ ഇവിടെയുള്ള സൈസ് എത്രയാണ്? 300 ഫ്രീ സ്പേസ് ആണുള്ളത്. ഓക്കെ, മാക്സിമം 400 ആണ്. 400 minus 100, that is 300K മെമ്മറി ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ പാർട്ടീഷൻ സൈസ് 300K ആണ്, ദാറ്റ്സ് ഫ്രീ. ദ നെക്സ്റ്റ് പാർട്ടീഷൻ ബേസ് 400, പാർട്ടീഷൻ സൈസ് 100 ആണ്. ഫ്രം ദ ഫിഗർ പാർട്ടീഷൻ ബേസ് എന്ന് പറയുന്നത് 400 ആണ്. അതിന്റെ സൈസ്, ഇതിന്റെ സൈസ് എന്താണ്? PI എടുക്കുന്ന സൈസ് എന്താണ്? 400 plus 100, that is 500. അപ്പോൾ PI takes 100K memory that is allocated. Then partition base 500K, partition size 250K, that is allocated. That means here partition base 500K and it takes 250K, right? 250K, PJ takes 250K of memory, 250K of memory that is allocated. The next one is 750K to 900, that is 150K of memory. 150K of memory is occupied, that is allocated. Then the last one is 900K to 1000K, that is 100 free, 100K of free memory. Okay, but this is the PDT. ഈ PDT ആരാ തയ്യാറാക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം തയ്യാറാക്കുന്നുണ്ട് ഫോർ അലോക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട്. ഓക്കെ, allocation of a free partition to the requesting process may be made by the best fit or the first fit strategy. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കോണ്ടിഗ്വസ് മെമ്മറി മാനേജ്മെന്റിന്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സ്പേസസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി വരുന്ന യൂസർ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 അൽഗോരിതംസ് ആണ് ബെസ്റ്റ് ഫിറ്റ് ആൻഡ് ഫസ്റ്റ് ഫിറ്റ്. ഒന്നുകിൽ നമ്മൾ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഫസ്റ്റ് ഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി കാണുന്ന ഏറ്റവും വലിയ ലാർജ് ആയിട്ടുള്ള സ്പേസ് ആണ് എടുക്കുന്നത് ഫസ്റ്റ് ഫിറ്റിന്റെ അകത്ത്. ദ ഫസ്റ്റ് ഫിറ്റ് അപ്രോച്ച് കൺസിസ്റ്റ് ഓഫ് അലോക്കേറ്റിംഗ് ദ ഫസ്റ്റ് ആദ്യത്തെ ഫ്രീ പാർട്ടീഷൻ ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് ദ പ്രോസസ് ബീങ് ക്രിയേറ്റഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണല്ലോ. അപ്പൊ 0 മുതൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം കഴിഞ്ഞ ശേഷം വരുന്ന ഫ്രീ ആയിട്ട് വരുന്ന സ്പേസസ് നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി കാണുന്ന ലാർജ് സ്പേസ് ആയിരിക്കും യൂസർ പ്രോസസ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫ്രീ പാർട്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ സ്മോളസ്റ്റ് പാർട്ടീഷൻ നമ്മുടെ യൂസർ പ്രോസസ്സിന്റെ റിക്വസ്റ്റിന് പര്യാപ്തമാണോ എന്ന് നോക്കും. എന്നിട്ട് ആ ഒരു സ്മോളസ്റ്റ് പാർട്ടീഷന് പ്രാധാന്യം കൊടുക്കുന്ന ആ സ്മോളസ്റ്റ് പാർട്ടീഷനാണ് അലോക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ബെസ്റ്റ് ഫിറ്റ്. അപ്പോൾ പ്രോസസ് വെയിറ്റിംഗ് ടു ബി ലോഡഡ് ഇൻ ദ മെമ്മറി ആർ ഹെൽഡ് ഇൻ ക്യൂ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെമ്മറി കോണ്ടിഗ്വസ് മെമ്മറി മാനേജ്മെന്റിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ മെമ്മറി ഒരുപാട് പോർഷൻസ് ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ്, കുറെ ഫ്രീ സ്പേസ് ഉണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ നമുക്ക് ഒരുപാട് പ്രോസസ്സസ് പെൻഡിങ്ങിലായിട്ട് നിൽക്കുകയാണ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ പെൻഡിങ്ങിലായിട്ട് കിടക്കുന്ന പ്രോസസ്സസിന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രത്യേക ക്യൂലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ആ ക്യൂന്നാണ് പിന്നീട് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്.
അപ്പൊ ക്യൂവിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ ഈ ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസിനാ അല്ലെങ്കിൽ പ്രോസസ്സിനാ എങ്ങനെയാണ് ഈ ക്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ ക്യൂവും സിംഗിൾ ക്യൂവും യൂസ് ചെയ്തിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻ മൾട്ടിപ്പിൾ ക്യൂ ദർ ഈസ് വൺ സെപ്പറേറ്റ് ക്യൂ ഫോർ ഈച്ച് പാർട്ടീഷൻ. അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിയുടെ പാർട്ടീഷൻ ഉണ്ടല്ലോ, ഡിഫറെന്റ് പാർട്ടീഷന് വേണ്ടിയിട്ട് ഓരോ ഡിഫറെന്റ് ക്യൂസ് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ മൾട്ടിപ്പിൾ ക്യൂ മെത്തേഡിന്റെ അകത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു പിക്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ദ മെയിൻ മെമ്മറി, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റഡ് ഫോർ ദിസ് ഏരിയ, ദെൻ 2K memory partition and 8K memory partition, 5K memory partition, and 2K is allocated to a separate queue, Q0. 8K partition, this partition is this partition അകത്താണ് ഏത് ക്യൂസ് വരിക, Q1 പ്രോസസ്സ് വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇത് ബെസ്റ്റ് ഫിറ്റും കൂടിയായിട്ട് വരും, ഫസ്റ്റ് ഫിറ്റ് ആയിട്ട് വരും ലാർജസ്റ്റ് സ്പേസിന്. ലാർജ് സ്പേസ് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ Q1. ഇനി നെക്സ്റ്റ് നമുക്ക് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനുള്ള പ്രോസസ്സിനെ Q2 സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ടു ലോഡ് ടു ദ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ പാർട്ടീഷനും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യൂസ് ഫോളോ ചെയ്യുന്നതിന്. അപ്പോൾ മൾട്ടിപ്പിൾ ക്യൂസ് സിസ്റ്റം ആണിത്. സിംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടീഷനും വേണ്ടിയിട്ട് ഒരൊറ്റ ക്യൂ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. When a process wants to occupy memory, it is added to a proper queue depending upon the size of the process. പ്രോസസ്സിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ ക്യൂലും പ്രോസസ്സ് വരുന്നത്. അപ്പൊ വളരെ ചെറിയ പ്രോസസ്സസ് ഒക്കെ ആണോ എക്സിക്യൂട്ട് ചെയ്യാനെങ്കിൽ ഈ ഒരു Q0 വരും. പിന്നെ ലാർജ് സൈസ് ഉള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ ഈ ഒരു ക്യൂലാണ് വരിക, മീഡിയം സൈസിലുള്ള ഈ ക്യൂലാണ് വരിക. അങ്ങനെയാണ് മൾട്ടിപ്പിൾ ക്യൂസ് ഫോളോ ചെയ്യുന്നത്. In the single queue method only one queue is maintained for all the ready processes. എല്ലാ ready processന് വേണ്ടിയിട്ടും ഒരു സിംഗിൾ ക്യൂ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. A free partition is allocated to either best fit or first fit. Okay, അപ്പോൾ ഒരൊറ്റൊരു സിംഗിൾ ക്യൂ മാത്രം ഉപയോഗിക്കുന്നത്. ആ സിംഗിൾ ക്യൂലാണ് എല്ലാ സൈസസ് പെട്ടിട്ടുള്ള പ്രോഗ്രാംസും ഉള്ളത്. അതാണ് പിന്നീട് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യേണ്ടത്. സോ ആ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം അല്ലെങ്കിൽ ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം യൂസ് ചെയ്യുന്നു. ഓക്കെ, the memory manager may not be able to allocate memory partitions under certain situations. അപ്പോൾ മെമ്മറി മാനേജറിനെ നമുക്ക് ഈ ഒരു നമ്മളെ മെയിൻ മെമ്മറിയിലെ പാർട്ടീഷൻസിൽ എല്ലായ്പ്പോഴും നമ്മുടെ യൂസർ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല മെമ്മറി മാനേജറിനെ. പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു യൂസർ പ്രോസസ്സിനെ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം മെമ്മറി മാനേജറിന് ഉണ്ടാകാം. അങ്ങനെയുള്ള എന്തൊക്കെയാണ് സാഹചര്യം എന്ന് വെച്ചാൽ, no partition is large enough to accommodate the incoming process. ഇൻകമിംഗ് പ്രോസസ്സിന്റെ സൈസ് വളരെ കൂടുതലാണ്. അത്രയും വലിയ സൈസിലുള്ള പാർട്ടീഷൻസ് അവൈലബിൾ അല്ലെങ്കിൽ മെമ്മറി മാനേജറിന് അത് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ഓൾ പാർട്ടീഷൻസ് ആർ അലോക്കേറ്റ്. നമ്മുടെ മെയിൻ മെമ്മറിയിൽ എല്ലാ പാർട്ടീഷൻസും അലോക്കേറ്റഡ് നോ മെമ്മറി ഫ്രീ ആയിട്ടുള്ള ഒരു മെമ്മറി അവിടെ ഇല്ലെങ്കിൽ പ്രോസസ്സിന് നമ്മുടെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ആ സിറ്റുവേഷൻ എറേസ് ചെയ്യാം. ഫ്രീ ബട്ട് അൺസ്യൂട്ടബിൾ പാർട്ടീഷൻസ് ആർ അവൈലബിൾ. ഫ്രീ ആയിട്ടുള്ള മെമ്മറി ഉണ്ടെങ്കിലും നമ്മുടെ യൂസർ പ്രോസസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്ടീഷൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരിക്കലും മെമ്മറി മാനേജറിനെ നമുക്ക് മെമ്മറി യൂസർ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കാറില്ല. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ പാർട്ടീഷൻസ് വളരെ വലുതാവുന്നില്ല. യൂസർ പ്രോസസ് ഈസ് ബിഗ്. യൂസർ പ്രോസസ്സ് വളരെ വലുതാണ്. അത്രയും വലിയൊരു പാർട്ടീഷൻ ഇല്ലാത്തൊരു കേസസിന്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സൊല്യൂഷൻ എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ പാർട്ടീഷൻ റീഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഓവർലേ സ്ട്രക്ചർ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് യൂസർ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ പ്രോസസ് ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എല്ലാ പാർട്ടീഷൻസും അലോക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ഇല്ല യൂസർ പ്രോസസ്സിന് പറ്റിയിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്വാപ്പിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്വാപ്പിംഗും സ്വാപ്പ് ഔട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സ്വാപ്പിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ നമ്മുടെ അഡ്വാൻറ്റേജസ് പറയുന്നത് ഫിക്സഡ് ഓർ സ്റ്റാറ്റിക് കോണ്ടിഗസ് മെമ്മറി മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജസ്. വളരെ സിമ്പിൾ ആണിത്. കമ്പാരിറ്റീവ്ലി മറ്റുമായിട്ട് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആണ്. പിന്നെ നമുക്ക് മൾട്ടി പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ സപ്പോർട്ട് ഉപയോഗിച്ചിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഫിക്സഡ് ഓർ സ്റ്റാറ്റിക് കോണ്ടിഗസ് മെമ്മറി മാനേജ്മെന്റ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അൽഗോരിതംസ് ഒക്കെ സിമ്പിൾ ആണ്, ഈസി ടു ഇംപ്ലിമെന്റ് ആണ്.
സ്റ്റാറ്റിക് എൻവയോൺമെന്റ്സിൽ സ്യൂട്ടബിൾ ആണ്. നമുക്ക് വർക്ക് ലോഡ് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസിലൊക്കെ ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ആവശ്യത്തിന് മെമ്മറി കൊടുത്തു കഴിഞ്ഞാലും വെറുതെ അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി വരിക, അതൊക്കെയാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓർമ്മിച്ച് വെക്കുക, ഇന്റേണൽ ഫ്രാഗ്മെന്റേഷന് കാരണമാകുന്നുണ്ട് മേ റിസൾട്ട്. കാരണം വെച്ചാൽ ഫ്രം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് എ പാർട്ടീഷൻ ആൻഡ് ദ ആക്ച്വൽ റിക്വയർമെന്റ് ഓഫ് ദ പ്രോസസ് ദാറ്റ് റിസൈഡ് ഇൻ ഇറ്റ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു യൂസർ പ്രോസസ്സിന് കാരണം ഫിക്സഡ് ആണ്, ദിസ് ഫിക്സഡ് അല്ലെ, സ്റ്റാറ്റിക് ആണ്. ഓൾറെഡി സിസ്റ്റം ജനറേഷൻ സമയത്ത് ആണ് പാർട്ടീഷൻ നടക്കുന്നത്. ഒരിക്കലും ആ പാർട്ടീഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഒരു യൂസർ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ആ സെയിം എമൗണ്ട് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല, കാരണം ഫിക്സഡ് ആണല്ലോ. അപ്പോൾ യൂസർ പ്രോസസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നെ വേറെ ആർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല ആ സമയത്ത്. അതിനാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് പാർട്ടീഷനിങ് ഇമ്പോസസ് റെസ്ട്രിക്ഷൻസ് ഓൺ പ്രോഗ്രാം സൈസ്. പ്രോഗ്രാം സൈസിന്റെ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. ഫിക്സഡ് സൈസ് ആണ് മെമ്മറി. നോട്ട് സ്യൂട്ടബിൾ ഇൻ ആൻ എൻവയോൺമെന്റ് വിത്ത് വേരിങ് ആൻഡ് ജനറലി അൺപ്രഡിക്റ്റബിൾ മെമ്മറി റിക്വയർമെന്റ്സ് ഓഫ് പ്രോഗ്രാംസ്. അപ്പോൾ പ്രോഗ്രാംസിന്റെ സൈസ് വേരി ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ മെമ്മറി സൈസും വേരി ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. ദാറ്റ്സ് ഫിക്സഡ്. ദീസ് ആർ ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഓർ സ്റ്റാറ്റിക് contiguous memory management. Okay, next one is dynamic partition memory management or variable. Dynamic means variable, varying. In this ഇതെന്തുകൊണ്ടാണ് ഈ ഡൈനാമിക് പാർട്ടീഷൻ മെമ്മറി മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക്കിൻ്റെ അകത്ത് വി ഫേസ് ദ ഫ്രാഗ്മെന്റേഷൻ, റൈറ്റ്? ആ ഒരു ഫ്രാഗ്മെന്റേഷൻ പ്രോബ്ലം റേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡൈനാമിക് പാർട്ടീഷൻസ് മെമ്മറി യൂസ് ചെയ്യുന്നത്, വേരിയബിൾ. ഇൻ ഡൈനാമിക് പാർട്ടീഷൻസ് ദ നമ്പർ ഓഫ് പാർട്ടീഷൻസ് ആൻഡ് ദ സൈസസ് ആർ വേരിയബിൾ. എത്രത്തോളം നമ്പർ ഓഫ് പാർട്ടീഷൻസും പിന്നെ അതിന്റെ സൈസും എന്താണ്, വേരിയബിൾ ആണ്. അപ്പൊ ഇപ്പോൾ 5 പാർട്ടീഷൻസ് ഫിക്സഡിന്റെ അകത്ത് 5 പാർട്ടീഷൻസ് ദാറ്റ്സ് ഫിക്സഡ് 5 ആണ്. പക്ഷേ ഡൈനാമിക്കിന്റെ അകത്ത് 5 പാർട്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് 5 പാർട്ടീഷൻസ് ആയിരിക്കും, ചില സമയത്ത് 6 പാർട്ടീഷൻസ് ആകും. ദിസ് വേ കൻ ബി വേരി. ആ പാർട്ടീഷൻസിന്റെ സൈസും എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യും. Partitions are defined dynamically with the requirements of incoming processes. അപ്പോൾ ലോഡ് ചെയ്യുന്ന പ്രോസസ്സിന്റെ അനുസരിച്ചിട്ടായിരിക്കും പാർട്ടീഷൻസ് ആ സമയത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. ലോഡ് ചെയ്യുന്നത് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പ്രോസസ്സിന്റെ ആവശ്യാനുസരണം, അതിന്റെ സൈസ്, നമ്പർ, അതിന്റെ ഒക്കെ ആവശ്യാനുസരണമാണ് പാർട്ടീഷൻസ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. When a process terminates or becomes sapped out, the memory manager can return the vacated space, the pool of free memory areas. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു ഏരിയ നമ്മുടെ ഈ ഡൈനാമിക്കലി ഒരു ഏരിയ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ഈസ് യൂസിന് ശേഷം അത് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രീ ആയിട്ടുള്ള മെമ്മറിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പൂൾ ഓഫ് ഫ്രീ മെമ്മറി ഏരിയാസിലേക്ക് വിടും. സ്പേസ് ടു ദ പൂൾ ഓഫ് ഫ്രീ മെമ്മറി ഏരിയാസ് ഫ്രം വിച്ച് ന്യൂ പാർട്ടീഷൻസ് ആർ മെയ്ഡ്. ആ ഒരു പൂൾ ഓഫ് ഫ്രീ മെമ്മറി ഏരിയസിനാണ് നെക്സ്റ്റ് പാർട്ടീഷൻ മെയ്ഡ് ചെയ്യുന്നത് യൂസർ പ്രോസസ് വരുന്ന സമയത്ത്. ഓക്കെ, when to load a process, operating system attempts to create a suitable partition for allocation to the process. പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അലോക്കേഷൻ മാത്രമേ അവിടെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. പ്രോസസ്സ് അലോക്കേഷൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മെമ്മറി മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ ഡൈനാമിക്കിൽ. The first step is to locate a contiguous free area of memory. ഒരു കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള ഒരു ഫ്രീ മെമ്മറി ഏരിയ ആണ് ലൊക്കേറ്റഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർ ലാർജർ ദാൻ ദ പ്രോസസ്സർ സൈസ്. ഇഫ് എ സ്യൂട്ടബിൾ ഫ്രീ ഏരിയ is found, the operating system creates a partition to provide on exact fit to the process needs. The leftover portion of free memory is returned to the pool of free memory for later use. That means നമുക്ക് pool of memory ഉണ്ട് നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഡൈനാമിക്കിൽ. അപ്പോൾ യൂസർ പ്രോസസ് ഇപ്പോൾ 10 KB സൈസുള്ള ഒരു യൂസർ പ്രോസസ് വരികയാണെങ്കിൽ ആ പൂൾ ഓഫ് മെമ്മറിയിൽ നിന്ന് 10 KB എന്ത് ചെയ്യുന്ന ആ റിക്വസ്റ്റ് കൊടുക്കുകയാണ്.
നമ്മുടെ യൂസർ പ്രോസസ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് 10 KB ഓഫ് മെമ്മറിയിലേക്ക് അത് അലോക്കേറ്റ് ചെയ്യാണ്. ബാക്കി മെമ്മറി പൂൾ ഓഫ് മെമ്മറി അവിടെയുണ്ട്. ഓക്കെ, സപ്പോസ് ഈ ഒരു മെമ്മറി എല്ലാവർക്കും ഇങ്ങനെ വരുന്ന പ്രോസസ്സിനൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിപ്പോ ഒരു 10 KB മാത്രമൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഒരു 100 KB ഉള്ള പ്രോസസ്സ് വരുന്ന സമയത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കാറില്ല. 10 KB ഉള്ള പ്രോസസ്സ് വരികയാണെങ്കിൽ ആ ഫ്രീ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാതെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 KB ഉള്ള ഒരു പ്രോസസ്സിന് റിക്വസ്റ്റ് ചെയ്യാണ്, 100 KB സൈസുള്ള ഒരു യൂസർ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ 150 മെമ്മറിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പൂൾ ഓഫ് മെമ്മറിനകത്ത് 150 ആണ് ഉള്ളതെങ്കിൽ 100 എന്ത് ചെയ്യും, വരുന്ന പ്രോസസ്സിന് കൊടുക്കും. ബാക്കി റിമൈനിങ് 50 എന്താണ് പൂൾ ഓഫ് മെമ്മറിന്റെ അകത്ത് കിടക്കും. The partition is created by entering its base and status to the system partition description table. പാർട്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ PDT ഉപയോഗിച്ച്. നേരത്തെ നമ്മൾ കണ്ടല്ലോ പാർട്ടീഷൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത്, ഫിക്സഡിന്റെ അകത്ത്, ഡൈനാമിക്കിന്റെ അകത്തും പാർട്ടീഷന്റെ അകത്ത് PDT ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എ പാർട്ടീഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ എൻ്ററിങ് ഇറ്റ്സ് ബേസ് എൻ്റർ ചെയ്യുക, പിന്നെ അതിന്റെ സൈസ് എൻ്റർ ചെയ്യുക, ആൻഡ് സ്റ്റാർട്ടഡ് ടു ദ സിസ്റ്റം പാർട്ടീഷൻ ഡിസ്ക്രിപ്ഷൻ ടേബിൾ. എ കോപ്പി ഓഫ് ദിസ് ഇൻഫർമേഷൻ ഈസ് റെക്കോർഡ് ഇൻ PCB. പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലും ഈ PDTയുടെ ഒരു കോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് the pictorial representation of dynamic contiguous memory allocation. In the first case, the operating system has obtained 128K of memory. Okay, then free memory is 896K. Then user process 1 needs 320 of K. അപ്പോൾ എന്തായിരിക്കും, പ്രോസസ് 1 ആണ് ആദ്യം വന്നെങ്കിൽ പ്രോസസ് 1ന് 320K ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ള മെമ്മറി എന്ന് പറയുന്നത് 576K ആണ് മെമ്മറി. ദെൻ ആ നെക്സ്റ്റ് പ്രോസസ് 2 വന്നു. പ്രോസസ് 2ന് 224K സൈസ് ആണ് വേണ്ടതെങ്കിൽ ഈ പൂൾ ഓഫ് മെമ്മറിയിൽ നിന്ന് അതിന് എന്തെടുക്കും, 224 സൈസ് കൊടുക്കുന്നു. ബാക്കി ഫ്രീ ആയിട്ടുള്ളത് 352 ആണ്. നെക്സ്റ്റ് പ്രോസസ് 3 വരെയാണ്. പ്രോസസ് 3 വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് മെമ്മറി കൊടുക്കുന്നു, 220K മെമ്മറി കൊടുക്കുകയാണ്. ബാക്കി 64K മെമ്മറി ബാക്കിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ നമുക്കിപ്പോൾ പ്രോസസ് 1 വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ് 1 അവിടെ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോസസ് P2 എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് ടെർമിനേറ്റ് ചെയ്തിട്ട് അവിടെ പ്രോസസ് 4 വരെയാണ്. പ്രോസസ് 4ന്റെ മെമ്മറി എന്താണ്, 128K ആണ്. ശ്രദ്ധിക്കണ്ടേ, ഇവിടെ വരുന്ന കേസ് ഇവിടെ P2 ആണല്ലോ ഉണ്ടായിരുന്ന നേരത്തെ. അപ്പൊ P2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് P2 ടെർമിനേറ്റ് ചെയ്തു. അപ്പൊ P2 ടെർമിനേറ്റ് സമയത്ത് ആ P2ലേക്ക് അല്ലെങ്കിൽ സ്വാപ്പ് ഔട്ട് ചെയ്തു. അങ്ങനത്തെ ഒക്കെ കേസിൽ ആ P2ലേക്ക് പ്രോസസ് P4ന്റെ മെമ്മറി 128K ആണ്. ഇവിടെ ഫ്രീ പൂളിലുള്ളത് 64 ഉള്ളൂ. അപ്പോൾ നമുക്ക് 128 ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് പൂളിൽ ഒരു ഫ്രീ സ്പേസ് 96 വരുന്നുണ്ട്. നെക്സ്റ്റ് പ്രോസസ് P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പോയ ശേഷം നമ്മുടെ P2 തിരിച്ച് അവിടെ വരികയാണ്. P2ന് 224 ആവശ്യമുള്ളൂ. അപ്പോൾ P2 224 ഇവിടെ 96 കുറച്ച് ബാക്കി വരുന്നുണ്ട്. The effect of dynamic partitioning. Common algorithms for selection of a free area of memory for creation of a partition are first fit and next fit, best fit and worst fit. ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അലോക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ദീസ് ആർ നോട്ട് ഫിക്സഡ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, the first step is to locate a contiguous free area of memory. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ഏരിയ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. P1 P2 P3ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മെമ്മറി ഏരിയ ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. That is equal to or larger than the processor size. If a suitable free area is found, the operating system creates a suitable area. Find ചെയ്തിട്ടുണ്ടെങ്കിൽ operating system creates a partition to provide an exact fit to the process needs. The leftover portion of free memory is returned to the pool of free memory for later use. Pool of മെമ്മറിയിലേക്ക് ലേറ്റർ യൂസിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പൂൾ ഓഫ് മെമ്മറിയിലേക്ക് ലേറ്റർ യൂസിന് വേണ്ടിയിട്ട് എന്ത് റിട്ടേൺ ചെയ്യാറുണ്ട്, നീക്കി വെക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുമിച്ചിട്ട് പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ.
മെമ്മറീസ്. അപ്പോൾ ഇതിന്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി ആദ്യം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാപ്ഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെ. ഇങ്ങനെയൊക്കെ ഒരു പാർട്ടീഷൻസ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണാം. അപ്പോൾ അതിൽ നമുക്ക് ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് ഫിറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫിറ്റ് ഒക്കെ അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജി സെലക്ട്സ് ദ ഫസ്റ്റ് ഫ്രീ സ്പേസ് ഫ്രം ദ ഫ്രീ ലിസ്റ്റ്. ഫ്രീ ലിസ്റ്റിന്റെ അകത്തുള്ള ഫസ്റ്റ് സ്പേസ് ആണ്, അത് വളരെ ലാർജ് ഇനഫ് ആയിരിക്കണം, വളരെ വലിയ ഏറ്റവും ഫസ്റ്റ് സ്പേസ് ആണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഫിറ്റിന്. നമ്മൾ ആദ്യം മുതലേ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും വലുതായിട്ട് കാണുന്ന പോർഷൻസ് അല്ലെങ്കിൽ വലുതായിട്ട് കാണുന്ന സൈസ് എവിടെയാണോ മെമ്മറി എവിടെയാണോ ഉള്ളത് ഫ്രീ ആയിട്ട് അതാണ് അലോക്കേറ്റ് ചെയ്യുക. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോളസ്റ്റ് എമൗണ്ട് ഓഫ് അൺയൂസ്ഡ് സ്പേസ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഫസ്റ്റ് ഫിറ്റിന്റെ ഒരു വേരിയേഷൻ ആണ് നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് എവിടെയാണോ നേരത്തെ ഫിറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നേരത്തെ അലോക്കേഷൻ എവിടെയാണോ എൻഡ് ചെയ്തിട്ടുള്ളത് ആ എൻഡ് ചെയ്തിട്ടുള്ള പോയിന്റ് മുതലാണ് നെക്സ്റ്റ് സെർച്ച് തുടങ്ങുന്നത്. അതാണ് നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. എ വേരിയേഷൻ ഓഫ് ദ ഫസ്റ്റ് ഫിറ്റ് കോൾഡ് നെക്സ്റ്റ് ഫിറ്റ് ബിഗിൻസ് ഈച്ച് സെർച്ച് അറ്റ് ദ പോയിന്റ് വേർ ദ പ്രീവിയസ് സെർച്ച് എൻഡഡ്. വേസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഇസ് ദ റിവേഴ്സ് ഓഫ് ദ ബെസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് ഫിറ്റിന്റെ റിവേഴ്സ് ആണ് വേസ്റ്റ് ഫിറ്റ്. വേസ്റ്റ് ഫിറ്റ് അലോക്കേറ്റ്സ് ദ ലാർജസ്റ്റ് അവൈലബിൾ ഫ്രീ ബ്ലോക്ക് ടു ദ ഇൻകമിംഗ് ജോബ്. ആൻഡ് നെക്സ്റ്റ് ഈ ഡൈനാമിക്കിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ പ്രോഗ്രാം ഡെവലപ്മെന്റ്, പിന്നെ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. മെമ്മറി റിക്വയർമെന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പ്രോസസ്സിനൊക്കെ സ്യൂട്ടബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ് ഇതിന്റെ മെമ്മറി മാനേജ്മെന്റ് അൽഗോരിതംസ് ഒക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന വേറൊരു പ്രോബ്ലം, ഡൈനാമിക്കിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ മേ ബിക്കം എ സീരിയസ് പ്രോബ്ലം. നമ്മുടെ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ വരുന്നത് ഇതിൻ്റെ അകത്തായിരുന്നു നമ്മുടെ ഫിക്സഡ് ഓർ സ്റ്റാറ്റിക്കിൻ്റെ അകത്ത്. ആ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനെ നമുക്ക് ഡൈനാമിക്കിൻ്റെ അകത്ത് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഡൈനാമിക്കിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ വരുന്നുണ്ട്. External fragmentation imposing a time penalty for compaction. Sharing may also be complicated when shared objects are subjected to memory compaction. അപ്പോൾ എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ എക്സിസ്റ്റൻസ് ഓഫ് അൺയൂസബിൾ മെമ്മറി ഏരിയ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം, അതാണ് ഫ്രാഗ്മെന്റേഷൻ. നിലനിൽപ്പ്, എന്തിന്റെ നിലനിൽപ്പ്? അൺയൂസബിൾ ആയിട്ട് ഉപയോഗിക്കാത്ത മെമ്മറി ഏരിയ വരുന്നു നമ്മുടെ സിസ്റ്റത്തിൽ, ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വെറുതെ അൺയൂസബിൾ ആയിട്ട് കിടക്കുന്ന മെമ്മറി ഏരിയ, അതാണ് ഫ്രാഗ്മെന്റേഷൻ. 2 reasons for fragmentation. ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവാൻ 2 റീസൺസ് ഉണ്ട്. യൂസർ ജോബ്സ് ഡു നോട്ട് കംപ്ലീറ്റ്ലി ഫിൽ ദ ഡെസിഗ്നേറ്റഡ് പാർട്ടീഷൻസ്. യൂസർ ജോബ്സ് കംപ്ലീറ്റ്ലി അവരുടെ പാർട്ടീഷൻസ് ഉപയോഗപ്പെടുത്തുന്നില്ല, അതിൻ്റെ ആവശ്യം അവർക്കില്ല. ഓക്കെ, പിന്നെ ഫ്രീ ഏരിയ റിമെയിൻസ് അൺയൂസ്ഡ് ഇഫ് ഇറ്റ് ഈസ് ടു സ്മോൾ ടു ഹോൾഡ് എ വെയിറ്റിംഗ് ജോബ്. ഒരു ഫ്രീ ഏരിയ അവിടെ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വളരെ സ്മോൾ സൈസായുള്ള അത്രയും സ്മോൾ സൈസുള്ള ഒരു പ്രോഗ്രാം ഒന്നും വെയിറ്റിംഗ് ക്യൂവിൽ ഇല്ല. അപ്പോൾ ആ ഒരു സ്മോൾ ആയിട്ടുള്ള മെമ്മറി ആരെങ്കിലും ഉപയോഗിക്കുമോ? ഒരു പ്രോസസ്സിനും ആവശ്യമില്ല. അപ്പോൾ ഈ 2 കേസിലുമാണ് നമുക്ക് ഫ്രാഗ്മെന്റേഷൻ വരുന്നുണ്ട്. ഫ്രാഗ്മെന്റേഷൻ 2 തരത്തിലാണുള്ളത്, ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഓർ സ്റ്റാറ്റിക് കോണ്ടിഗ്യൂസ് മെമ്മറി മാനേജ്മെന്റിലുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ആ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് ഡൈനാമിക് ഓർ വേരിയബിൾ കോണ്ടിഗ്യൂസ് മെമ്മറി മാനേജ്മെന്റിലാണ്. ബട്ട് ആ ഒരു എന്താ പറയണ്ട ഡൈനാമിക് അല്ലെ കോണ്ടിഗ്യൂസ് മെമ്മറി മാനേജ്മെന്റിലുള്ള ഒരു പ്രോബ്ലം ആണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ റെഫേഴ്സ് ടു ദ വേസ്റ്റേജ് ഓഫ് മെമ്മറി വിത്തിൻ എ പാർട്ടീഷൻ. ഒരു പാർട്ടീഷനകത്തുള്ള മെമ്മറി ഡ്യൂ ടു ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് എ പാർട്ടീഷൻ ആൻഡ് ഓഫ് ദ ഒബ്ജക്ട് റിസൈഡന്റ് വിത്തിൻ ഇറ്റ്. അപ്പൊ ഓബ്ജക്റ്റിന്റെ സൈസ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് കോഡ്, നമ്മുടെ പ്രോഗ്രാം കോഡിന്റെ സൈസും നമ്മുടെ പാർട്ടീഷന്റെ സൈസും ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ കേസിൽ ഉണ്ടാവുന്നതാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഇതിപ്പോ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരു പ്രോസസ് എയുടെ സൈസ് 8 KB ആണ്. ബട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 100 KB ആണ് അല്ലേ സൈസ്. അപ്പോൾ 8 KB മാത്രമേ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ. 20 KB is free here. That is internal fragmentation. The best fit allocation strategy minimizes the internal fragmentation. Internal fragmentation നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ബെസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. കാരണം by selecting the smallest possible partition that is large enough to hold the incoming job. Next, external fragmentation is encoded in dynamic partition memory management environments. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. Dynamic partition memory management ലാണ് external fragmentation ഉള്ളത്. Wasting of memory between partitions due to scattering of the free space into a number of discontinuous areas. അപ്പോൾ അതാണ് ഡൈനാമിക്കിൽ ഉള്ളത് അല്ലേ. നമ്മൾ ഡൈനാമിക്കിൻ്റെ അകത്ത് പിക്ചോറൽ റെപ്രസെന്റേഷൻ ആദ്യമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് P1, P2, P3 ഒക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ താഴെ നമുക്ക് കുറച്ച് മെമ്മറി ലഭിച്ചു. പിന്നീട് P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പോയ ശേഷം വേറെ പ്രോസസ് അവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഫ്രീ സ്പേസ്, അങ്ങനെ ഫ്രീ സ്പേസ് ഓരോരോ സ്ഥലങ്ങളിൽ കുറച്ചായിട്ട് സ്കാറ്ററിംഗ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏരിയയിൽ കിടക്കുകയാണ്. അതിനെയാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എവിടെയാണ് ഉണ്ടാവുക? ഡൈനാമിക് പാർട്ടീഷൻ മെമ്മറി മാനേജ്മെന്റ് എൻവയോൺമെന്റ്സിലാണ്. അവിടെ എന്താണ്? വേസ്റ്റിംഗ് ഓഫ് മെമ്മറി ബിറ്റ്വീൻ പാർട്ടീഷൻസ് തമ്മിൽ ഒരുപാട് മെമ്മറി വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ സ്കാറ്ററിംഗ് ഓഫ് ദ ഫ്രീ സ്പേസ് ഇൻടു എ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഏരിയാസ് ഇസ് കോൾഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഫോർ എക്സാമ്പിൾ, in this figure the external fragmentation, ഇവിടെ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട്, ഇവിടെ കുറച്ച് ഫ്രീ സ്പേസ് കിടക്കുന്നുണ്ട്, ഇവിടെ കുറച്ച് ഫ്രീ സ്പേസ് കിടക്കുന്നുണ്ട്. ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ ഭാഗത്തിൽ സ്കാറ്റേർഡ് ആയി കിടക്കുന്നത്. ഇതാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. കാരണം എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഈ ഡൈനാമിക്കിന്റെ അകത്ത് കേസ് പറഞ്ഞല്ലോ. ആ ഡൈനാമിക്കിന്റെ കേസിൽ പിക്ചോറലി റെപ്രസെന്റ് ചെയ്തപ്പോൾ ആദ്യം പ്രോസസ് P1 വന്നു, P2 വന്നു, P3 വന്നു. അതിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി നമുക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി കൊടുത്ത ശേഷം പിന്നെ എന്താ സംഭവിക്കുന്നത്? പ്രോസസ്സ് P1 എക്സിക്യൂട്ട് ചെയ്ത് പോയി, പ്രോസസ്സ് P2 ടെർമിനേറ്റ് ചെയ്ത് പോയി, പ്രോസസ് P4 അവിടെ വന്നു, ഇവിടെ കുറച്ച് സ്പേസ് വന്നു. ദെൻ പ്രോസസ്സ് P1 ടെർമിനേറ്റ് ചെയ്ത് പോയി, അവിടെ P2 വന്നു, അവിടെയും കുറച്ച് പ്രോസസ്. അപ്പോൾ ഇവിടെയും കുറച്ച് ഫ്രീ മെമ്മറി, ഇവിടെ കുറച്ച് ഫ്രീ മെമ്മറി, ഇവിടെ കുറച്ച് ഫ്രീ മെമ്മറി, ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമുക്ക് ഉണ്ടാവുക ഡൈനാമിക് മെമ്മറി മാനേജ്മെന്റിന്റെ അകത്താണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവുക. ഓക്കെ, ടു ഓവർകം എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ, ഈ ഒരു എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെമ്മറി കോമ്പാക്ഷൻ ടെക്നിക് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെമ്മറി കോമ്പാക്ഷൻ ടെക്നിക് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മെമ്മറി കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is relocate some or all partitions into one end of the memory. നമ്മൾ ഈ ഒരു ഫ്രീ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന മെമ്മറി ഏരിയസിനൊക്കെ റീലൊക്കേറ്റ് ചെയ്തിട്ട് മെമ്മറിയുടെ ഒരു എൻഡിൽ വെക്കുകയാണ്. ആൻഡ് ദസ് കമ്പൈൻ ഹോൾസ് ഇൻ ടു വൺ ലാർജ് ഫ്രീ ഏരിയ. ലൈക്ക് മെമ്മറി കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മെമ്മറി കോമ്പാക്ഷൻ വഴി നമുക്ക് ഒഴിവാക്കാം. ഫ്രീ ഏരിയനെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു, റീലൊക്കേറ്റ് ചെയ്തു. പാർട്ടീഷൻസിനൊക്കെ ഒരു സൈഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ഇതാണ് മെമ്മറി കോമ്പാക്ഷൻ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഏരിയസിന് ഇങ്ങനെ കൊണ്ടുവരാം. ദാറ്റ് ഇസ് മെമ്മറി കോമ്പാക്ഷൻ ഫോർ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. സൊല്യൂഷൻ ഫോർ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. Another possible solution to the external fragmentation problem is to permit the logical address space of a process to be non-contiguous paging and segmentation. നോൺ കണ്ടിഗ്യൂസിൽ കൊണ്ടുവരിക അഡ്രസ് സ്പേസിന്. കണ്ടിന്യൂസ് അല്ലാതെ നോൺ കോണ്ടിഗ്യൂസ് കൊടുക്കുക. നോൺ കോണ്ടിഗ്യൂസിൽ വരുന്നതാണ് പേജിംഗ് ടെക്നിക്സും സെഗ്മെന്റേഷൻ ടെക്നിക്സും. അപ്പോൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷന്റെ സൊല്യൂഷൻ ആണ് പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ ആണ്. ഓക്കെ.